മൊഡ്യൂൾ 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻ്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻ്റെ പ്രോബ്ലംസ് നമ്മൾ പ്രധാനമായിട്ടും 2 മെത്തേഡ് വഴിയാണ് സോൾവ് ചെയ്യുക. അതിൽ ആദ്യത്തെ മെത്തേഡാണ് ലൈൻ റൊട്ടേഷൻ മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡാണ് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ്. ഇതിൽ ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണമെന്ന് 2 മെത്തേഡും പഠിച്ചു കഴിഞ്ഞൊരു കുട്ടിക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അതിന് കുറച്ച് ടെക്നിക്കുകളൊക്കെ ഉണ്ട്. നമ്മളത് ഗ്രാജുവലി പഠിക്കുമ്പോൾ ജേണിയിൽ അത് എക്വയർ ചെയ്യും ആ ഒരു ഐഡിയ. അപ്പൊ നമ്മൾ ഇതിൽ ലൈൻ റൊട്ടേഷൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ലൈൻ റൊട്ടേഷൻ എന്ന് പറയുന്ന മെത്തേഡ് വഴി പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ പിന്നിലെ ഹിസ്റ്ററി അല്ല, എങ്ങനെയാണ് ലൈൻ റൊട്ടേഷൻ അങ്ങനെ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഓൾറെഡി നമുക്ക് പോയിന്റിന്റെ പ്രൊജക്ഷനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. അങ്ങനെ ധാരണയുള്ളവർക്കാണ് നമുക്ക് ഈ പ്രോബ്ലം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇരിക്കുന്ന ഒരു ലൈനിന്റെ കഥയാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്കൊരു വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 പ്രിൻസിപ്പൽ പ്ലെയിൻ ആയിട്ടുണ്ട്. ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിന്റെ പേര് എ ബി എന്നാണെന്ന് വിചാരിക്കുക. എ ബി എന്ന് പറയുന്ന ഈ ലൈനെ ഞാൻ ഫ്രണ്ട് വ്യൂ എന്ന് പ്രൊജക്ട് ചെയ്താൽ എനിക്ക് എയുടെ ഫ്രണ്ട് വ്യൂ ആയിട്ടുള്ള എ ഡാഷും ബിയുടെ ഫ്രണ്ട് വ്യൂ ആയിട്ടുള്ള ബി ഡാഷും കിട്ടും. അതിനെ ജോയിൻ ചെയ്താൽ എനിക്ക് എ ഡാഷ് ബി ഡാഷ് കിട്ടും. ഇനി ഞാൻ ഇതിന്റെ ടോപ്പ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എയുടെ എയും ബിയുടെ ടോപ്പ് വ്യൂ ആയിട്ടുള്ള ബിയും കിട്ടും. ഓക്കെ, അത് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് എന്ത് കിട്ടും? ഇതിന്റെ ടോപ്പ് വ്യൂ കിട്ടും. അതിന് നമ്മൾ ടോപ്പ് വ്യൂ ലെങ്ത് എന്ന് വിളിക്കും. എ ഡാഷ് ബി ഡാഷിനെ ഫ്രണ്ട് വ്യൂ ലെങ്ത് എന്ന് വിളിക്കും. നമുക്ക് ആദ്യം അറിയേണ്ട കഥ, ഈ എ ഡാഷ് ബി ഡാഷ് സ്വാഭാവികമായിട്ട് നമുക്ക് ഫ്രണ്ട് വ്യൂ ലെങ്ത് ആണെന്ന് അറിയാം അല്ലെ. ഫ്രണ്ട് വ്യൂ ലെങ്ത്തിനെ എലിവേഷൻ എന്നുകൂടെ വിളിക്കാറുണ്ട്. പിന്നെ എ ബി എന്ന് പറയുന്ന ടോപ്പ് വ്യൂ ലെങ്ത് ഉണ്ട്, അതിന് നമ്മൾ പ്ലാൻ എന്നുകൂടെ വിളിക്കാറുണ്ട്. അത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, അതറിയണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അറിയേണ്ട കേസ്, നമുക്ക് ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്ന ലൈനുകളെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് ഈ എ ബി എന്ന് പറയുന്ന ആള് എച്ച് പി ആയിട്ടും വി പി ആയിട്ടും ആംഗിളുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ എ ബി എന്ന് പറയുന്ന ലൈൻ എച്ച് പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ തീറ്റ എന്നാണ് ഇനി മുതൽ വിളിക്കുക. വി പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ ഫൈ എന്ന് വിളിക്കും. ഓക്കെ, ഇവരെ നമ്മൾ മൊത്തത്തിൽ ട്രൂ ആംഗിൾസ് എന്ന് വിളിക്കുകയാണ്, ട്രൂ ശരിക്കുള്ള ആംഗിൾസ്. ഇനി ലൈൻ എ ബിയുടെ യഥാർത്ഥത്തിലുള്ള ലെങ്ത് നമ്മൾ ട്രൂ ലെങ്ത് എന്ന് വിളിക്കും. കുഴപ്പമില്ലല്ലോ. ഇനി വെറുതെ ഞാനൊരു ഇതിന്റെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, എ എന്ന് പറയുന്ന പോയിന്റ് 70 mm എബോവ് എച്ച് പിയും 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്ന പോയിന്റ് 80 mm എബോവ് എച്ച് പിയും 60 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് ഇങ്ങനെ വിചാരിക്കാൻ പറഞ്ഞാൽ, ഞാൻ റാൻഡ് ആയിട്ടാണ് അത് പറഞ്ഞെങ്കിൽ കൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചത്, എ എന്ന് പറയുന്ന പോയിന്റിന് വി പിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയിട്ടുള്ള 30 ആണ് അതിന്റെ എ വി പിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. പക്ഷെ ബി എന്ന് പറയുന്ന പോയിന്റ് 60 ആണ്. അതായത് എ ബി എന്ന് പറയുന്ന ലൈനെ കൺസിഡർ ചെയ്യുമ്പോൾ ആ എ ബി ഇരിക്കുന്നത് വി പിയിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലല്ല, പകരം ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ. അതായത് ആ ലൈൻ വി പി ആയിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അതേ ലൈനിന്റെ തന്നെ എച്ച് പിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ ഒരെണ്ണം 70ഉം ഒരെണ്ണം 80ഉം. അതിലെന്താ മീൻ ചെയ്യുന്നത്? ആ ലൈൻ എച്ച് പി ആയിട്ടും ഒരു ആംഗിളിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് നമ്മൾ ഈ ലൈനെ ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻ ആയിട്ടിരിക്കുന്ന ലൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് എ ബി എന്ന് പറയുന്ന ലൈൻ ഇപ്പൊ ഞാൻ വരച്ചു വെച്ചിട്ടുള്ള കണ്ടീഷനിൽ എച്ച് പി ആയിട്ടും പാരലൽ അല്ല, വി പി ആയിട്ടും പാരലൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് നോക്കിയേ, ഇപ്പൊ നമ്മളൊരു കാര്യം പറയാണ്, ട്രൂ ലെങ്ത് ഇപ്പോ ലൈനിന്റെ ശരിക്കുള്ള ലെങ്ത് 90 ആണെന്ന് വിചാരിക്കുക. നമ്മള് ഈ 90 ട്രൂ ലെങ്ത് ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ ലെങ്ത് ഒരിക്കലും 90 ആവില്ല അല്ലെ. ഇവിടെ വരച്ചിട്ടുള്ള കേസിൽ ട്രൂ ലെങ്ത് നോട്ട് ഈക്വൽ ടു ഫ്രണ്ട് വ്യൂ ലെങ്ത് എന്ന് നമുക്ക് എഴുതാം. കാരണം എന്താ, ഇത് 30, ഇത് 60, ഇത് 90 ആണെങ്കിൽ ഒരിക്കലും ഫ്രണ്ട് വ്യൂ ലെങ്ത്തിന് 90 ആവാൻ പറ്റില്ല അല്ലെ. ഇനി അതുപോലെ ട്രൂ ലെങ്ത് 90, ഈ ലെങ്ത് 70, ഈ ലെങ്ത് 80, ഒരിക്കലും നമുക്ക് എന്ത് ടോപ്പ് വ്യൂ ലെങ്ത്തിനും ട്രൂ ലെങ്ത് ആവാൻ പറ്റില്ല. അതായത് ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻ ആയിട്ടിരിക്കുന്ന ഒരു ലൈനെ നമ്മൾ വി പിയിലേക്ക് പ്രൊജക്ട് ചെയ്താൽ കിട്ടുന്ന ഫ്രണ്ട് വ്യൂയിലും എച്ച് പിയിലേക്ക് പ്രൊജക്ട് ചെയ്താൽ കിട്ടുന്ന ടോപ്പ് വ്യൂയിലും നമുക്ക് ട്രൂ ലെങ്ത് കാണുന്നില്ല, ഒരിക്കലും ട്രൂ ലെങ്ത് കാണുന്നില്ല.
ലൈനിന്റെ യഥാർത്ഥത്തിലുള്ള ലെങ്ത് പ്രൊജക്ട് ചെയ്താൽ ഒരിക്കലും കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ലൈൻ റൊട്ടേഷൻ, പ്ലെയിൻ റൊട്ടേഷൻ എന്ന് പറയുന്ന മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും പ്രിലിമിനറി ആയിട്ട് നമുക്ക് അറിയേണ്ട കഥ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ലൈൻ റൊട്ടേഷൻ എന്ന് പറയുന്ന കേസ് പഠിക്കുന്നു. ലൈൻ റൊട്ടേഷൻ പഠിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു കാര്യം അറിയണം. ഇഫ് എ ലൈൻ പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, ഓക്കെ, ഇരിക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യേകത നമ്മൾ നോക്കാൻ പോവാണ്. നോക്കിയേ, ഒരിടത്തൊരിടത്തൊരു ലൈൻ ഉണ്ട്. ആ ലൈന് പാരലൽ ടു എച്ച് പി ആണ്, പാരലൽ ടു വി പി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഇയാൾ എടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ വി പിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് രണ്ടും സെയിം ആണ്. ഓക്കെ, അതായത് എനെ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് വ്യൂ നോക്കിയാൽ നമുക്ക് ഇവിടെ എ ഡാഷ് കിട്ടും, ബിനെ ഫ്രണ്ട് വ്യൂ നോക്കിയാൽ നമുക്ക് ബി ഡാഷ് കിട്ടും. പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയിൽ നിന്ന് വി പിയിലേക്കുള്ള ദൂരം ഇത് 30 ആണെങ്കിൽ ഇതും 30 ആയിരിക്കും അല്ലെ. പക്ഷെ ഇൻക്ലൈൻ ടു എച്ച് പി എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇത് എച്ച് പിയിലേക്കുള്ള ദൂരം രണ്ടിന്റെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ടോപ്പ് വ്യൂല് എയും ബിയും കിട്ടി കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത് നമുക്ക് ടോപ്പ് വ്യൂ ലെങ്ത് കിട്ടി. ഡിഫറെന്റ് ആയതുകൊണ്ട് ഞാനിപ്പോ എച്ച് പിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് 40 എന്നും എച്ച് പിയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 60 എന്നും എഴുതി വെക്കുകയാണ് കേട്ടോ. വെറുതെ ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആണ്, അല്ല ഡിഫറെന്റ് ഡിസ്റ്റൻസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് ഇൻക്ലൈൻഡ് ആണെന്ന്. പിന്നെ നമ്മൾ നോക്കുകയാണ് എ ബിയുടെ ലെങ്ത് അഥവാ ട്രൂ ലെങ്ത് 17 mm ആണെങ്കിൽ, ഓക്കെ, നമ്മള് ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. നോക്കിയേ, ഇത് 70, ഇത് 30, ഇത് 30. സ്വാഭാവികമായിട്ടും എ ഡാഷ് ബി ഡാഷ് 70 ആവും അല്ലേ. 70 ആവാതെ വഴിയില്ലല്ലോ. എ ഡാഷ് ബി ഡാഷ് 70 ആണ് അല്ലേ. പക്ഷേ ഇത് 70, ഇത് 40, ഇത് 60. എ ബിക്ക് ഒരിക്കലും 70 ആവാൻ പറ്റില്ല, ഇല്ലല്ലോ. ആ ഫൈൻഡിങ് ഞാൻ ഇവിടെ എഴുതാണ് കേട്ടോ. അതായത് എ ബിയുടെ ലെങ്ത് അഥവാ ട്രൂ ലെങ്ത് ഇവിടെ ഈസ് ഈക്വൽ ടു 70 mm ആണ്. ഈസ് ഈക്വൽ ടു എ ഡാഷ് ബി ഡാഷ് ആണ് അല്ലെ. ഈസ് ഈക്വൽ ടു, അതിന് നമുക്ക് ഫ്രണ്ട് വ്യൂ ലെങ്ത് എന്ന് വിളിക്കാം. അതായത് ഈ കേസിൽ ട്രൂ ലെങ്ത് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് വ്യൂ ലെങ്ത് ആണ്. ലൈനിന്റെ യഥാർത്ഥത്തിലുള്ള ലെങ്ത് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കണ്ടു അഥവാ വെർട്ടിക്കൽ പ്ലെയിനിൽ കണ്ടു. ഇൻ ഷോർട്ട്, ലൈനിന്റെ യഥാർത്ഥത്തിലുള്ള ലെങ്ത് ഏത് പ്ലെയിൻ ആണോ പാരലൽ അവിടെ കാണുന്നു എന്ന് നമ്മൾ അടുത്ത കേസ് കൂടി പഠിക്കുമ്പോൾ മനസ്സിലാക്കും കേട്ടോ. പക്ഷെ ടോപ്പ് വ്യൂല് നമുക്ക് ടോപ്പ് വ്യൂ ലെങ്ത് ഈസ് നോട്ട് ഈക്വൽ ടു ട്രൂ ലെങ്ത്തും ആണ്. അങ്ങനെ ഒരു കേസും കൂടെ അവിടെ ഉണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ പ്രൊജക്ഷൻ നമ്മൾ വെറുതെ ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചാലേ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എ ബി എന്ന് പറയുന്ന ആള് എച്ച് പി ആയിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, വി പി ആയിട്ട് ആംഗിൾ ഇല്ല, അതുകൊണ്ട് പാരലൽ എന്ന് പറയുന്നത് കേട്ടോ. എച്ച് പി ആയിട്ട് ഒരു ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ തീറ്റ എന്ന് വിളിക്കുക. ഇത് തീറ്റ ആണെങ്കിൽ എ ഡാഷ് ബി ഡാഷ് ഉണ്ടാക്കുന്ന ആംഗിളും സ്വാഭാവികമായിട്ടും അതേ ആംഗിൾ തന്നെയായിരിക്കും ഫ്രണ്ട് വ്യൂവിൽ കാണാൻ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രൊജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എയുടെ പ്രൊജക്ഷൻ വരയ്ക്കാം. നോക്കിയേ, 40 mm എബോവ് എച്ച് പി, 30 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി. 40 mm എബോവ് എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എ ഡാഷ് മുകളിലേക്കും 30 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 താഴത്തേക്കും വരയ്ക്കും അല്ലെ. ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ഇവിടെ 30 40 എന്നൊക്കെ എഴുതുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഡയമെൻഷൻ ചെയ്യാൻ പാടില്ല എന്ന് അറിയാം. ഡയമെൻഷൻ എങ്ങനെയാണെന്ന് നമ്മൾ വഴിയെ പഠിക്കും. ഈ ബിയുടെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 60 mm എബോവ് എച്ച് പി, 30 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ബി ഡാഷ് 60 mm എബോവ് എച്ച് പി വരച്ചു, അപ്പൊ എനിക്ക് ബി ഡാഷ് കിട്ടി. 30 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി വരച്ചു, ഞാൻ ഇങ്ങോട്ട് വരച്ചപ്പോ എനിക്ക് ബി കിട്ടി അല്ലെ. ഇത് എത്രയാ? 30. ഓക്കെ, അപ്പോ നമ്മൾ ഇതിന് ചെറുതായിട്ട് ജോയിൻ ചെയ്ത് എനിക്ക് എ ഡാഷ് ബി ഡാഷ് ഇവിടെ കിട്ടും, ഇവിടെ എ ബി കിട്ടും അല്ലെ. നമുക്കൊരു കാര്യം മനസ്സിലായി, എക്സ് വൈ ലൈന് പാരലായിട്ട് ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് വന്നു. കാരണം ഇത് 30 ഇത് 40 60 അല്ലെ. ഈ ആംഗിള് തീറ്റ ആയിരിക്കും അല്ലെ. ഈ എ ഡാഷ് ബി ഡാഷിന്റെ ലെങ്ത് എന്തായിരിക്കും? ട്രൂ ലെങ്ത്തിന്റെ ലെങ്ത് ആയിരിക്കും അല്ലെ. ട്രൂ ലെങ്ത് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് വ്യൂ ലെങ്ത് എന്നോട് എഴുതി വെക്കും. അപ്പൊ ഇതായിരിക്കും നമ്മുടെ പാരലൽ ടു വി പി ഇൻക്ലൈൻ ടു എച്ച് പിയുടെ ഒരു ഔട്ട്ലൈൻ വരിക എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. ഇനി ഞാൻ മറ്റേ കേസ് കൂടി പറയാനുണ്ട്. പാരലൽ ടു എച്ച് പി ആണെങ്കിലോ, പാരലൽ ടു എച്ച് പി ബട്ട് ഇൻക്ലൈൻ ടു വി പി ആയ കേസ് ആണെങ്കിൽ നമുക്ക് അതിന് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. നോക്കി ശ്രദ്ധിച്ചോ. ഓക്കെ, പാരലൽ ടു എച്ച് പി ആണ് കേട്ടോ, എച്ച് പി ആണ് കേട്ടോ.
പാരലൽ ടു എച്ച് പി എന്ന് പറഞ്ഞത് ഇങ്ങനെ എച്ച് പിക്ക് പാരലായിട്ടിരിക്കണേ. അതായത് എ എന്ന് പറയുന്ന പോയിന്റിന് എച്ച് പിയിലേക്കുള്ള ദൂരം 50 mm ആണെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റും എച്ച് പിയിലേക്കുള്ള ദൂരം 50 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇവിടെ നമുക്ക് എ കിട്ടി, ഇവിടെ നമുക്ക് ബി കിട്ടി. ജോയിൻ ചെയ്ത ടോപ്പ് വ്യൂ ലെങ്ത് കിട്ടി. ട്രൂ ലെങ്ത് ഇപ്പോൾ സേ 80 mm ആണെന്ന് വിചാരിക്കുക. ഇതിനെ ഫ്രണ്ട് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്താൽ ഇവിടെ എ ഡാഷ് കിട്ടും, ബിനെ ഫ്രണ്ട് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്താൽ ബി ഡാഷ് കിട്ടും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. ഇതിപ്പോ നോക്കിയേ, വി പിക്ക് ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞ കേട്ടോ. വി പിക്ക് ഇൻക്ലൈൻഡ് ആണെങ്കിൽ എയിൽ നിന്ന് വി പിയിലേക്കുള്ള ദൂരം 40 ആണെങ്കിൽ ബിയിൽ നിന്നുള്ള വി പിയിലേക്കുള്ള ദൂരം അതാവില്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരാളാവും അല്ലെ. സേ നമുക്ക് 90 എന്ന് പറയാം. അപ്പൊ ഇൻക്ലൈൻഡ് വി പി ആണെങ്കിൽ വി പിയിൽ നിന്ന് ഡിഫറെന്റ് ഡിസ്റ്റൻസിലായിരിക്കും എൻഡ് പോയിന്റുകൾ ഇരിക്കുക. പാരലൽ ടു എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈനിലെ ഓരോ പോയിന്റിൽ നിന്ന് എച്ച് പിയിലേക്കുള്ള ദൂരം ഈക്വൽ ആയിരിക്കും. അത് 50 നേടിയ. ഇനി നമുക്ക് ഒറ്റ കാര്യം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് 80, ഇത് 50, ഇത് 50. സ്വാഭാവികമായിട്ടും ടോപ്പ് വ്യൂ ലെങ്ത് 80 ആയിരിക്കും അല്ലേ. അതായത് ട്രൂ ലെങ്ത് ഇസ് ഈക്വൽ ടു 80, ടോപ്പ് വ്യൂ ലെങ്ത് ഇസ് ഈക്വൽ ടു 80. അപ്പൊ നമുക്ക് ട്രൂ ലെങ്ത് ഇസ് ഈക്വൽ ടു ടോപ്പ് വ്യൂ ലെങ്ത് എന്ന് പറയാം. അതായത് ലൈൻ പാരലൽ ടു എച്ച് പി ആയപ്പോ ലൈനിന്റെ യഥാർത്ഥത്തിലുള്ള ലെങ്ത് നമുക്ക് എച്ച് പിയിൽ കണ്ടു. എച്ച് പിയിൽ കാണുന്നത് ടോപ്പ് വ്യൂ ആയതുകൊണ്ട് അതിന് ടോപ്പ് വ്യൂ ലെങ്ത് എഴുതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ലൈൻ വി പി ആയിട്ടാണ് ആംഗിൾ ഉണ്ടാക്കുന്നത്. വി പി ആയിട്ട് ഒരു ലൈൻ ഉണ്ടാക്കുന്ന ആംഗിളെ നമ്മൾ ഫൈ എന്നാണ് വിളിക്കുക. ആ ഫൈ നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണുകയും ചെയ്യും. അതുപോലെ തന്നെ ദേ എ ബിയുടെ ആംഗിൾ ഫൈ തന്നെയായിരിക്കും അല്ലെ. നമ്മൾ ഇതിന്റെ പടം ഒന്ന് വെറുതെ വരച്ചു എന്ന് വിചാരിക്കുക. എങ്ങനെയാ വരയ്ക്കുക? എ എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്നത് 50 mm എബോവ് എച്ച് പി, 40 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി. ദേ 50 mm മുകളിലേക്ക് വരച്ചു, എ ഡാഷ് കിട്ടി. 40 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ വരച്ചപ്പോ എന്ത് കിട്ടി? എ കിട്ടി. ഇനി ബിയുടെ വരച്ചു, 50 mm എബോവ് എച്ച് പി, 90 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി. 50 mm അഗെയിൻ വരച്ചു, ബി ഡാഷ് കിട്ടി. 90 വരച്ചു, അപ്പൊ എനിക്ക് ബി കിട്ടി. ഇത് 50, ഇത് 90. വെറുതെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. എ ഡാഷ് ബി ഡാഷ് സ്ട്രേറ്റ് ലൈൻ. എ ബി ഇൻക്ലൈൻഡ്, അത് ടോപ്പ് വ്യൂ ലെങ്ത് ഈസ് ഈക്വൽ ടു ട്രൂ ലെങ്ത് ആയിരിക്കും. ഈ ആംഗിൾ ഫൈ ആയിരിക്കും. എനിക്ക് കഴിഞ്ഞത് മറ്റേ ഫിഗറിനെ, നമ്മുടെ മറ്റേ കേസിനെ തലതിരിച്ചിട്ട പോലെ കാണാൻ. കണ്ടില്ലേ? കണ്ടില്ലേ? ഇതാണ് സംഭവം. അപ്പൊ നമ്മുടെ ഇതിലെ ഫൈൻഡിങ് ഇത്രയാണ്. ഒരു പ്ലെയിനിന് പാരലാവുമ്പോ പാരലായിട്ടിരിക്കുന്നത് ഏത് പ്ലെയിൻ ആണോ ആ പ്ലെയിനിൽ വരുന്ന വ്യൂ ആക്ച്വൽ ലെങ്ത് തരികയും ആക്ച്വൽ ഇൻക്ലിനേഷൻ തരികയും ചെയ്യും. അതർ വ്യൂ എന്തായിരിക്കും? പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിട്ടുള്ള വ്യൂ ആയിരിക്കും തരിക. നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ആണ്. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ ലൈൻ റൊട്ടേഷൻ ചെയ്യുന്നത്. അപ്പൊ ലൈൻ റൊട്ടേഷനിലേക്ക് പോകാനുള്ള ബിൽഡിംഗ് ബ്ലോക്കുകളാണ് അപ്പൊ പറഞ്ഞത്. അതേ ലൈൻ റൊട്ടേഷൻ, നമ്മൾ ലൈൻ റൊട്ടേഷനിൽ എത്തി. ഓക്കെ, ലൈൻ റൊട്ടേഷൻ. സോ ലൈൻ റൊട്ടേഷനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെയല്ല, ഒരിടത്തൊരിടത്തൊരു ലൈൻ ഉണ്ട്. ആ ലൈനിന്റെ പ്രത്യേകത എന്താ? ആ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻ ആയിട്ടിരിക്കുന്ന ആംഗിൾ ആണ്. ആ ലൈനിന് എന്തുണ്ട്? തീറ്റ മാത്രമല്ല ഉള്ളത്, ഫൈ മാത്രമല്ല ഉള്ളത്, രണ്ടും ഉണ്ട്. ഇത് 40, ഇത് 50, ഇത് 60, ഇത് 70. അപ്പോഴേ അത് ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻ ആയിട്ടേക്ക് ലൈൻ ആവുള്ളൂ കേട്ടോ. ഇയാളുടെ പേര് എ ഡാഷ്, ഇയാളുടെ പേര് ബി ഡാഷ്. ജോയിൻ ചെയ്തു, എ ഡാഷ് ബി ഡാഷ് കിട്ടി. ഇയാളുടെ പേര് എ, ഇയാളുടെ പേര് ബി. ജോയിൻ ചെയ്തു, ടോപ്പ് വ്യൂ ലെങ്ത് കിട്ടി. ട്രൂ ലെങ്ത് ഇസ് ഈക്വൽ ടു, ഇതൊന്നും അല്ലാത്തൊരു ലെങ്ത് ഞാനിപ്പോ 55 mm എന്ന് പറഞ്ഞു. ഒരിക്കലും ഫ്രണ്ട് വ്യൂ ലെങ്ത് നോക്കിയേ, ഫ്രണ്ട് വ്യൂ ലെങ്ത് ട്രൂ ലെങ്ത് ആവില്ല, ടോപ്പ് വ്യൂ ലെങ്തും ട്രൂ ലെങ്ത് ആവില്ല. അപ്പൊ നമ്മള് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ, ട്രൂ ലെങ്ത് തരാത്തൊരു കേസ് ആണെങ്കിൽ ട്രൂ ലെങ്ത് ഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളൊരു കേസ് കഥ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ട്രൂ ലെങ്ത് തന്നിട്ടില്ലേ, അപ്പൊ റിയൽ കേസ് ആയിട്ട് നമുക്ക് ആലോചിക്കാം. ട്രൂ ലെങ്ത് നമ്മുടെ ഇല്ല. ഇങ്ങനെ ഒരു 2 പോയിന്റ് ഇരിക്കുന്നത് ട്രൂ ലെങ്ത് നമ്മുടെ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇപ്പൊ ഏതെങ്കിലും ഒരു ആംഗിൾ തന്നിട്ട് നമുക്ക് വിചാരിക്കാം, വെറുതെ തീറ്റ ഉണ്ടാവും, ഫൈ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിത് എങ്ങനെ വരയ്ക്കും എന്നുള്ള കഥയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ട്രൂ ലെങ്ത്തും തീറ്റയും അറിയാമെന്ന് വിചാരിക്കാം. ഇപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിന്റെ ഡിസ്റ്റൻസ് 2 അറിയാം. ഇപ്പൊ ഇവിടുത്തെ കേസ് നമുക്ക് എടുത്താൽ 40 50. 40 mm എബോവ് എച്ച് പി ആണ് എ ഇരിക്കുന്നത്, 60 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി ആണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന്റെ ഈ ലൈനിന്റെ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ട്രൂ ലെങ്ത് 55 ആണെന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. പിന്നെ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഡാറ്റ, തീറ്റ 30 ഡിഗ്രി, ഇൻക്ലിനേഷൻ വിത്ത് വി പി 60 ഡിഗ്രി. ഓക്കെ, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഇടപാടും വെച്ച് അതിനെ സാധാരണഗതിയിൽ സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പ്ലെയിൻ റൊട്ടേഷൻ
ലൈൻ റൊട്ടേഷൻ എടുക്കുകയാണ്. ലൈൻ റൊട്ടേഷൻ നമ്മൾ ചെയ്യുന്ന കഥ ആദ്യം ഈ പോയിന്റിനെ, ഈ ലൈനിനെ ഇൻക്ലൈൻ ടു ബോത്ത് ആയിട്ടിരിക്കുന്ന ലൈനെ ഞാനിപ്പോ എ എന്ന് പറയുന്ന പോയിന്റ് അല്ലേ, എ ബി എന്നാണ് ആളുടെ പേരെന്ന് വിചാരിക്കട്ടെ, എ എന്ന് പറയുന്ന പോയിന്റിൽ ലോക്ക് ചെയ്തു. ഓക്കെ, ഇനി അയാൾക്ക് ഇയാളായിട്ട് ഒരു ആംഗിൾ ഉണ്ട് തീറ്റ അല്ലെ. തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ അയാൾക്ക് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിട്ടുണ്ട്. ആ ആംഗിൾ മാറ്റാതെ ഈ ബി എന്ന് പറയുന്ന പോയിന്റിനെ ഞാൻ പിടിച്ചു. ബി എന്ന് പറയുന്ന പോയിന്റ് പിടിച്ച് ഇങ്ങനെ എനിക്ക് കറക്കാലോ. എന്ത് മാറ്റാതെ? ഇങ്ങനെ ഞാൻ കറക്കുക ഇയാളെ. എന്ത് മാറ്റാതെ? തീറ്റ മാറ്റാതെ. കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഇത് ഇങ്ങനെ എ എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇയാള് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇയാളെ പിടിച്ച് ഇങ്ങനെ കറക്കുക. ബീനെ മാത്രം അതിനെ ലോക്ക് ചെയ്തിട്ട് എന്ത് വ്യത്യാസമില്ലാതെ ഈ ആംഗിൾ തീറ്റ മാറ്റാതെ ഇങ്ങനെ കറക്കുന്നതുകൊണ്ടാണ് നമ്മൾ ലൈൻ റൊട്ടേഷൻ വിളിച്ചത്. ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്തുമ്പോൾ നമ്മൾ ആ പൊസിഷൻ നോട്ട് ഡൗൺ ചെയ്യാണ്. അതായത് ഒരു പൊസിഷനിൽ അത് പാരലൽ ടു വി പി ആവും. ഓക്കെ, അത് ഞാൻ ഫസ്റ്റ് പൊസിഷൻ എന്ന് എടുക്കുകയാണ്. പാരലൽ ടു വി പി ആവുന്ന പൊസിഷൻ. ആ പാരലൽ ടു വി പി ആയുള്ള പൊസിഷനിൽ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ പ്രൊജക്ഷൻ വരാന്ന് അറിയാം. കാരണം നമുക്ക് ട്രൂ ലെങ്ത് ഫ്രണ്ട് വ്യൂവിൽ കാണും. അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത് അല്ലെ. നമ്മൾ എങ്ങനെയാ പഠിച്ചത്? ഫസ്റ്റ് പൊസിഷൻ ഇങ്ങനെയാണെന്ന് പഠിച്ചു. നമുക്കറിയാം പാരലൽ ടു വി പി ആണെങ്കിൽ ഇത് എ ഡാഷ് ആണ്, ഇത് എ ആണെങ്കിൽ ഇത് ബി ഡാഷ്, ഇത് ബി ആയിരിക്കും. ഫ്രണ്ട് വ്യൂവില് ട്രൂ ലെങ്ത് കാണും, ഇത് തീറ്റ ആയിരിക്കും അല്ലെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ. ഈ പൊസിഷൻ നമ്മൾ ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് പൊസിഷൻ ആയിട്ട് എടുത്തിട്ട് അതിന്റെ ഫിഗർ വരച്ചു. ലോങ് എക്സ് വൈ ലൈൻ വരച്ചു. നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച പോയിന്റ് എ ഡാഷ് എ അവിടെ മാർക്ക് ചെയ്തു. അതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ചു. ഇനി പാരലൽ ടു വി പി ആയിട്ടുള്ളതിന്റെ പ്രൊജക്ഷൻ എടുത്തു. പാരലൽ ടു വി പി ആയി നമുക്കറിയാം തീറ്റ വിത്ത് ട്രൂ ലെങ്ത് നമ്മൾ കണ്ടു. അവസാനിക്കുന്ന പോയിന്റിനെ സാധാരണ നമ്മൾ ബി ഡാഷ് എന്ന് വിളിക്കുക. അതിന് ഞാൻ ബി വൺ ഡാഷ് എന്ന് വിളിച്ചു. ഫസ്റ്റ് കറക്റ്റ് ആയതുകൊണ്ട്. ശരിക്കും അതിന്റെ കറക്റ്റ് അതല്ലല്ലോ, ഇന്റർമീഡിയറ്റ് പൊസിഷൻ ആണല്ലോ. ഇത് നമ്മൾ ബി ഡാഷിനെ താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്തു, എരെ നേരെ കൊണ്ടുവന്നു. സാധാരണ നമ്മൾ ഇതിനെ ബി എന്നാണ് വിളിക്കാറ്, പക്ഷെ ഇവിടെ ബി വൺ എന്ന് വിളിച്ചു. സെക്കൻഡ് പൊസിഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. സോറി, ഫസ്റ്റ് പൊസിഷന്റെ ടോപ്പ് വ്യൂ ആയതുകൊണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് നോക്കിയേ. ഞാൻ ഈ എ ബിനെ പഴയ പൊസിഷനിൽ കൊണ്ടുവച്ചു കൂട്ടാ. ഇനി ഇയാൾക്ക് എന്തുണ്ട്? ഇയാൾക്ക് വേറൊരു വി പി ആയിട്ടും കൂടി ഒരു ഇൻക്ലിനേഷൻ ഉണ്ട് അല്ലെ. ഞാൻ കൃത്യമായി മനസ്സിലാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക ഇയാളെ. ഇപ്പൊ ലൈൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. എനെ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബി ഇവിടെ ഉണ്ട്. ബീനെ എനിക്ക് ഇങ്ങനെയും കറക്കാലോ, വിത്തൗട്ട് മേക്കിംഗ് an angle phi without changing the angle with VP phi മാറ്റാതെ ഇയാളെ ഞാൻ ഇങ്ങനെ കറക്കാലോ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കോണിന് ഇങ്ങനെ വെച്ചതുപോലെ, എങ്ങനെയാ ഒരു കോണിനെ ഇവിടെ ഇങ്ങനെ വെച്ചതുപോലെ എനിക്ക് ഇയാളെ കറക്കാലോ. ദേ ഇങ്ങനെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത്. ബീനെ ഞാൻ ഇങ്ങനെ കറക്കാലോ എനിക്ക്. ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഫൈ മാറ്റാതെ അങ്ങനെ കറക്കുന്നതിലുള്ള ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ അതിൽ എച്ച് പിക്ക് പാരലൽ ആവുമല്ലോ. എച്ച് പിക്ക് പാരലൽ ആവുന്ന പൊസിഷൻ നമ്മൾ ലോക്ക് ചെയ്തു. അതിനെ സെക്കൻഡ് പൊസിഷൻ എന്ന് വിളിച്ചു. അതിന്റെ പടം എങ്ങനെ വരും നമുക്കറിയാം. അതിന്റെ പ്രൊജക്ഷൻ എങ്ങനെ വരിക? എച്ച് പിക്ക് പാരലൽ ആണെങ്കിൽ എച്ച് പിയിൽ ട്രൂ ലെങ്ത് കാണും അല്ലെ. എച്ച് പിയിൽ ട്രൂ ലെങ്ത് കണ്ട അയാൾ ഇങ്ങനെ ഇരിക്കും നമുക്കറിയാം അല്ലെ. ഇത് നമ്മൾ എ ഡാഷ് എന്ന് വിളിച്ചു, ഇത് ബി ഡാഷ് ബി എന്ന് വിളിച്ചു അല്ലെ. ടോപ്പ് വ്യൂല് ട്രൂ ലെങ്ത് കണ്ട കഥ ഇത് ഫൈ. ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ കഥയൊക്കെ. അപ്പൊ അത് സെക്കൻഡ് പൊസിഷൻ ആണ്. ഈ സെക്കൻഡ് പൊസിഷൻ ഞാൻ ഇതേ ഫിഗറിൽ തന്നെ വരച്ചു. അതായത് രണ്ട് പൊസിഷനും കൂടി ഒറ്റ കഥയിൽ വരയ്ക്കുക. എവിടെ എ ഡാഷ് എവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ഫൈ മാർക്ക് ചെയ്തിട്ട് അതില് ട്രൂ ലെങ്ത് വരച്ചാൽ മതി. ട്രൂ ലെങ്ത് വരച്ച് കഴിഞ്ഞാൽ എനിക്ക് സെക്കൻഡ് പൊസിഷൻ, സാധാരണ ഇതിനെ ബി എന്ന് വിളിക്കാറുള്ളൂ. സെക്കൻഡ് ഇന്റർമീഡിയറ്റ് പൊസിഷൻ ഞാൻ ബി ടു എന്ന് വിളിച്ചു. ബി ടുവിൽ നിന്ന് ഞാൻ എന്ത് വെച്ചു? ബി ടു ഡാഷ് വരയ്ക്കാൻ എങ്ങനെ വരയ്ക്കണം? ഇവിടെ നേരെ വരയ്ക്കണം, പാരലൽ നമുക്കറിയാം അല്ലെ. ബി ടു ഡാഷ് അല്ലെ. നോക്കിയേ, രണ്ട് ഇന്റർമീഡിയറ്റ് പൊസിഷൻ ഞാൻ ഒറ്റ ഫിഗറിൽ വരച്ചു. അതായത് രണ്ട് കേസുകളും നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് കേസുകൾ ഒരുമിച്ച് ഒറ്റ ഫിഗറിൽ വരച്ചിരിക്കുക. വെറുതെ പ്ലസ് ഇട്ട് വരച്ചിരിക്കുക കേട്ടോ. നമുക്ക് നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. ഇത് രണ്ടും കൂടി കമ്പൈൻ ആകുമ്പോഴാണ് നമ്മുടെ റിയൽ കണ്ടീഷൻ വരിക. നമുക്ക് എന്ത് വേണം? തീറ്റ വേണം, ഫൈയും വേണം അല്ലെ. നോക്കി നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മൾ ആദ്യം ഇയാളെ പിടിച്ച് കറക്കിയപ്പോഴേ, ആദ്യം കറക്കിയ കഥ പോയി, കുഴപ്പമില്ല. ആദ്യം കറക്കിയപ്പോൾ ഇങ്ങനെയായിരുന്നു കറങ്ങി അല്ലെ. തീറ്റ മാറാതെ ഇങ്ങനെ കിടന്ന് കറങ്ങല്ലേ. ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോ ബി കറങ്ങുന്ന വഴി, അല്ലെങ്കിൽ ബി കറങ്ങുന്ന വഴി നമ്മൾ വിളിക്കുന്ന പേരാട്ട ലോക്കസ്. ബി കറങ്ങുന്ന വഴി ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈനായിട്ട് കാണാം അല്ലെ. ടോപ്പ് വ്യൂ നോക്കി ഇങ്ങനെ സർക്കിൾ ആയിട്ട് കാണാം, ഫ്രണ്ട് വ്യൂ നോക്കി ഒരു ലൈനായിട്ടല്ലേ കാണാം. ആ ബി കറങ്ങുന്ന വഴിയാണ് കേട്ടോ. ബി ഇവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങിയിരുന്നത് അല്ലെ. ബി കറങ്ങുന്ന വഴി ഇത് എവിടെയാണ്? അതിന് ഞാൻ ലോക്കസ് എന്ന് വിളിച്ചത്. ലോക്കസ് ലൈൻ ചെയിൻ ലൈനാണ് കേട്ടോ. അതേ ഇങ്ങനെ ചെയിൻ ലൈൻ വരയ്ക്കണം. വലിയ ലൈൻ ചെറിയ ലൈൻ, വലിയ ലൈൻ ചെറിയ ലൈൻ. കറങ്ങുന്ന വഴീനെ ഞാൻ ലോക്കസ് എന്ന് വിളിക്കാം. ഇത് ഫ്രണ്ട് വ്യൂ ഉണ്ടായത് ലോക്കസ് ഓഫ് ഫ്രണ്ട് വ്യൂ ഞാൻ മാർക്ക് ചെയ്തു. ഇതേ സാധനം തന്നെ ടോപ്പ് വ്യൂല് കറങ്ങുമ്പോൾ ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ
ബിയുടെ ലോക്കസ് നമുക്ക് ഒരു ലൈനായിട്ട് കാണാം. ദേ അയാളാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. ദേ ഞാൻ എന്ത് വിളിച്ചു? ലോക്കസ് ഓഫ് ടോപ്പ് വ്യൂ എന്ന് വിളിച്ചു. ലോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് കാണാൻ സാധ്യതയുള്ള വഴിയല്ലേ, അല്ലേ? അപ്പൊ ദേ ഇത് ഫ്രണ്ട് വ്യൂ കാണാൻ സാധ്യതയുള്ള വഴിയല്ലേ. അപ്പൊ ദേ ഇവിടെ ഒരു ഫ്രണ്ട് വ്യൂ എടുക്കണില്ലേ, അല്ലെ? ഈ ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ പിടിച്ച് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ഫ്രണ്ട് വ്യൂ കിട്ടും, അല്ലെ? അത് ഞാൻ ബി ഡാഷ് എന്ന് മാർക്ക് ചെയ്യും. ദേ ഇവിടെ ഒരു ലോക്കസ് ഓഫ് ടോപ്പ് വ്യൂ. അപ്പൊ ദേ ഇവിടെ ഒരു ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂവിനെ കാണാനുള്ള വഴി ഇതല്ലേ. അപ്പൊ ഇയാൾ ഇവിടെ അല്ലേ വരണ്ടേ? ഇയാളെ ഞാൻ ഇങ്ങോട്ട് പിടിച്ച് തിരിച്ചു കേട്ടോ. എനിക്ക് എന്ത് കിട്ടി? ബി കിട്ടി. ഇതിനെ ജോയിൻ ചെയ്ത് എനിക്ക് ടോപ്പ് വ്യൂ കിട്ടി. കുഴപ്പമില്ലല്ലോ, കുഴപ്പമുണ്ടോ? അപ്പൊ ആക്ച്വലി നമുക്ക് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ റിയൽ ടൈമിൽ രണ്ട് കേസും സാറ്റിസ്ഫൈ ചെയ്യുന്നത്, രണ്ട് ഇൻക്ലിനേഷൻ ഉള്ളത് കണ്ടുപിടിച്ചു. കൃത്യമായിട്ട് വരച്ചു കഴിഞ്ഞാൽ ബി ഡാഷിന്റെ അതേ താഴെയായിരിക്കും നമുക്ക് ബി കിട്ടുക. കാരണം പ്രൊജക്ഷൻ ഓഫ് എ പോയിന്റ് ലൈസ് ഇൻ ദ സെയിം വെർട്ടിക്കൽ ലൈൻ എന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇനീഷ്യൽ സമയത്ത് പഠിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ഫിഗർ വരിക. ഇങ്ങനെയാണ് നമുക്ക് ലൈൻ റൊട്ടേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ കഥയൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യാട്ടാ. എങ്ങനെയാ ചെയ്യാ? നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ക്വസ്റ്റ്യനിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ടാവും. ആ പോയിന്റിന് നമ്മൾ പ്രൊജക്ട് ചെയ്യും. എ ഡാഷ് എ ഒറ്റ പോയിന്റ് തന്നിട്ടുണ്ടാവുള്ളൂ. കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഉള്ള ഒരൊറ്റ പോയിന്റ് തന്നിട്ടുണ്ടാവും. അയാൾ കൃത്യമായിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? തീറ്റ വിത്ത് ട്രൂ ലെങ്ത് വരയ്ക്കും. തീറ്റ വിത്ത് ട്രൂ ലെങ്ത് ഫസ്റ്റ് കറക്കം ബി വൺ ഡാഷ് എന്ന് വിളിക്കും. താഴത്തേക്ക് ഇടും, നേരെ വരയ്ക്കും, B1 ആക്കും. ഇനി എയിൽ പോവും. അവിടെ എന്ത് ചെയ്യും? ഫൈവ് വിത്ത് ട്രൂ ലെങ്ത് വരയ്ക്കും. അവസാനിക്കുന്ന പോയിന്റിനെ B2 എന്ന് വിളിക്കും. B2 ഡാഷ് കിട്ടണമെങ്കിൽ ഇയാളെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരും, അവിടെ ഈ വരയിലേക്ക്. അപ്പൊ B2 ഡാഷ് കിട്ടും. ഇവിടെ ലോക്കസ് വരയ്ക്കും, ഇവിടെ ലോക്കസ് വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് B1 ഡാഷ്. ഡാഷ് ഉള്ള ആളെന്ന് പറഞ്ഞാൽ അത് ഫ്രണ്ട് വ്യൂ ആണ്. അപ്പൊ ഇതിനെ ലോക്കസ് ഓഫ് ഫ്രണ്ട് വ്യൂ എന്ന് വിളിക്കും. ഇതിനെ ലോക്കസ് ഓഫ് ടോപ്പ് വ്യൂ എന്ന് വിളിക്കും. ഫ്രണ്ട് വ്യൂവിന്റെ ലോക്കസിലേക്ക് ഫ്രണ്ട് വ്യൂവിനെ തിരിക്കും, ടോപ്പ് വ്യൂവിന്റെ ലോക്കസിലേക്ക് ടോപ്പ് വ്യൂവിനെ തിരിക്കും. ഇയാള് ഫൈനൽ ഫ്രണ്ട് വ്യൂ, ഇയാള് ഫൈനൽ ടോപ്പ് വ്യൂ. ജോയിൻ ചെയ്യും. കഴിഞ്ഞു കഥ കഥം. ഇങ്ങനെയാണ് നമ്മൾ പ്ലെയിൻ റൊട്ടേഷൻ ചെയ്യേണ്ടത്. ഈ സാധനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലത്തിൽ 5 ഡാറ്റ തരും. ഈ 5 ഡാറ്റ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഇൻപുട്ട് ചെയ്താൽ മതി. സാധാരണയായിട്ട് ഇത് ഫസ്റ്റ് ഡാറ്റ, ഇത് സെക്കൻഡ് ഡാറ്റ, ഇത് തേർഡ് ഡാറ്റ, ട്രൂ ലെങ്ത് ഫോർത്ത് ഡാറ്റ, 5 ഫിഫ്ത്ത് ഡാറ്റ ആണ് ഒരു സ്റ്റാൻഡേർഡ് പ്രോബ്ലം. സംടൈംസ് എൻഡ് പോയിന്റ് ഡിസ്റ്റൻസ് ആയിരിക്കും 4ഉം 5ഉം ഡാറ്റ. ഓക്കെ, 1 2 എന്തായാലും എല്ലാ ക്വസ്റ്റിനും ഉണ്ടാവേ. ഇത് തേർഡ് ഡാറ്റ, ഇത് ഫോർത്ത് ഡാറ്റ, ഏതെങ്കിലും ഒരു ലെങ്ത് ഫിഫ്ത്ത് ഡാറ്റ, ട്രൂ ലെങ്തോ എന്തെങ്കിലും ഒരു ഫിഫ്ത്ത് ഡാറ്റ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആമ വഴി നടക്കുന്ന ഗെയിമില്ലേ, ആമ വഴി നടക്കുന്ന ഗെയിം എന്ത് ചെയ്യും? ആമ അറിയണ ഒരു സ്ഥലത്ത് നിൽക്കും, അല്ലേ? ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് എന്ത് ചെയ്യും? അടുത്ത വഴിയിലേക്ക് നടക്കും. ഇതിപ്പോ 1 കിട്ടി, അടുത്ത വഴിയിൽ ട്രൂ ലെങ്ത് കിട്ടി ഇങ്ങോട്ട് നടക്കും, ഇവിടെ നിർത്തും, പോവാൻ സ്ഥലം ഉണ്ടോ നോക്കും. അപ്പൊ ഇവിടെ ഒരാൾ തന്നിട്ടുണ്ടാവേ, അപ്പൊ അയാൾ നമ്മൾ ഇങ്ങോട്ട് നടക്കും, അയാൾ താഴത്തേക്ക് വരും, ഇയാള് കിട്ടും. അങ്ങനെ ഇങ്ങനെ അങ്ങനെ ആമ ഇങ്ങനെ വഴി നടന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ഫുള്ള് കംപ്ലീറ്റ് ആവും. അങ്ങനെയാണ് ഈസി ആയിട്ടൊരു പ്രോബ്ലം സോൾവ് ചെയ്യുക. പ്രോബ്ലം നമുക്ക് ഓരോരോ പ്രോബ്ലം ആയിട്ട് സോൾവ് ചെയ്യാം. പ്രോബ്ലം സോൾവ് ചെയ്യാൻ എങ്ങനെയാണ് ഈ സാധനം വരികയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഓൾ അബൌട്ട് ലൈൻ റൊട്ടേഷൻ. ഓക്കെ, അത്രയാണ് നമുക്ക് ലൈൻ റൊട്ടേഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിനേക്കാളും ഈസിയാണ് പ്ലെയിൻ റൊട്ടേഷൻ. ലൈൻ തിരിച്ചതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്ലെയിനെ പിടിച്ചങ്ങോട്ട് തിരിക്കും. അപ്പൊ അടിയത്തെ ആള് മുകളിലും മുകളിലത്തെ ആൾ അടിയിൽ വരും. അത് മനസ്സിലാക്കി വെച്ചാൽ പ്ലെയിൻ റൊട്ടേഷൻ ഈസിയാണ്. ഇതിനേക്കാൾ ഈസിയാണ് പ്ലെയിൻ റൊട്ടേഷൻ. ഓക്കെ, അപ്പൊ രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഏത് വെച്ച് ചെയ്യണമെന്ന് ഈസി ആയിട്ട് അറിയാൻ പറ്റും, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആക്ച്വലി നിങ്ങൾ ഒരെണ്ണം പഠിച്ചാലും നിങ്ങൾക്ക് ഏത് പ്രോബ്ലം ചെയ്യാൻ പറ്റും. പക്ഷെ ചില പ്രോബ്ലങ്ങൾ ചില മെത്തേഡ് വെച്ച് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് സൊല്യൂഷൻ കിട്ടും. അത് ഏതാണെന്ന് അറിയുന്നതാണ് നമ്മുടെ ടൈം നന്നായി യൂട്ടിലൈസ് ചെയ്യാനും കൂടുതൽ മാർക്ക് വാങ്ങാനും ബെറ്റർ. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.